ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പും ചക്കക്കുരു ഇട്ടുള്ള മെഴുക്ക് വരട്ടിയാണ്. ഇത് ചോറിന്റെ കൂടെയൊക്കെ വളരെ നല്ല കോമ്പിനേഷൻ ആണ്. ഇത് ഒരു തവണയെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമ്മുടെ ചേമ്പ് ചക്കക്കുരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഈ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാണ്. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് ഞാൻ ചക്കക്കുരു അരിഞ്ഞത് ഇട്ട് കൊടുത്തേക്കാണ്. കണ്ടോ, തൊലി കളഞ്ഞ് ചക്കക്കുരു നീളത്തിൽ അരിഞ്ഞതാണിത്. നീളത്തിലരിഞ്ഞ് ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. ഇനിയിപ്പോ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ 2 വിസിലിന് ശേഷം നമ്മുടെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ചക്കക്കുരു ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ കുക്കറിൽ തന്നെ നമ്മുടെ ചേമ്പ് മുറിച്ചത് ഇട്ട് കൊടുക്കാം. കണ്ടോ, ചേമ്പ് ഞാൻ നീട്ടത്തിൽ അരിഞ്ഞു വെച്ചേക്കാണ്. ഇതും ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചേമ്പ് നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേമ്പും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ വിസിൽ പോയിട്ടുണ്ട്. നമുക്കിന്ന് തുറന്നു നോക്കാം. കണ്ടോ, നമ്മുടെ ചേമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി എങ്ങനെയാ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ നമ്മുടെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോ ഒരു കടായി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഞാനൊരു 4 എണ്ണം അരിഞ്ഞു വെച്ചേക്കാണ്. അത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചതമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ ഏകദേശം എന്താ കണ്ടോ, ഇത്ര മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിനേലും കുറവ് മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചക്കക്കുരും അതുപോലെ തന്നെ വേവിച്ചു വെച്ചിട്ടുള്ള ചേമ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, ഇപ്പൊ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അധികം നേരം വെക്കണ്ട. നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം.
കണ്ടോ, നമ്മുടെ ചേമ്പും ചക്കക്കുരു ഇട്ടിട്ടുള്ള മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിന്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അപ്പൊ ഇതൊരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു ദിവസം വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ.